ഐ എം പ്രിജുഡിസ്ഡ്. എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച്. പക്ഷേ മെറ്റ്കാഫ് ഹൗസിൽ നിന്നും സായിപ്പ് ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും ബില്യാർഡ്സും തീൻമേശ മര്യാദകളും പഠിച്ചിറങ്ങിയാൽ എല്ലാം തികഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മഗുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാൻ നിങ്ങളുടെ ജൂനിയർ ആണ്, ട്രെയിനിയാണ്, സമ്മതിച്ചു. ബട്ട് ഡോണ്ട് ട്രൈ ടു ഡോർമാറ്റ് മീ. നിങ്ങൾക്കുള്ള അതേ പദവി തന്നെയാണ് എനിക്കും. IAS. യെസ്, IAS, ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിച്ച് അത്താഴപ്പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്ക് ഒരു നേരം വയറു നിറച്ച് വാരി ഉണ്ണാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വരവിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ അവമാനിച്ച് ചാട്ടിയിറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. Stop your bloody rhetoric. Shut up, you. മേലിൽ ഒരാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ല നിന്റെ ഈ കയ്യ്. അതെനിക്കറിയാനിട്ടല്ല. പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ്. Now look at last. Good morning, madam. Good morning. Good morning, sir. Mr. Joseph Alex, Sir. you are late. Sir, I was... No, I don't want any excuse. കളക്ടറെ, ഇന്നാട്ടിലെ ജനാധിപത്യ സെറ്റപ്പില് പ്രോട്ടോകോളിന്റെ ഏത് തട്ടിൽ വെച്ച് അളന്നാലും ശരി, തന്റെ ഈ IAS എന്ന മൂന്നക്ഷരത്തേക്ക് തൂക്കം വരുവോ ജനപ്രതിനിധിക്ക്? ഡോണ്ട് പ്രിറ്റൻഡ് അതർവൈസ്. പ്ലീസ് സർ, ഈ വേഷം കണ്ടല്ലോ. ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ we were at the right spot. റയറ്റ് സ്പോട്ട്, ഒലക്കയുടെ മൂട്. എന്നാത്തിനാടോ ലേഡത്തറത് എങ്ങാത്തിനാടോ കളക്ടർ? പോലീസിന്റെ നെഞ്ചത്ത് കയറാണോ? എടോ, ഒരുമാതിരി സൗജന്യ റേഷനുള്ള അപേക്ഷയും താങ്ങി പിടിച്ചുകൊണ്ട് തന്റെ ഓഫീസിന്റെ തിണ്ണനിറങ്ങാൻ വരുന്ന തെണ്ടികളുണ്ടല്ലോ, ലേമാൻ, കഞ്ഞിക്ക് വകയില്ലാത്ത എമ്പോക്കികള്, അവരോട് മതി വേല തന്റെ ഈ വിരട്ടലൊക്കെ. കേട്ടല്ലോ? എന്താടോ ഒന്നും മിണ്ടാത്തത്? അറിയാലോ, അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി അയാൾക്ക്. ഇപ്പോഴെന്തോ തന്റെ നാക്കകം കുഴിച്ച് താഴോട്ട് ഇറങ്ങിപ്പോയോ? സർ, മിസ്റ്റർ ജോൺ വർഗീസ്, സ്വീകരിക്കാൻ വൈകി എത്തിയതിന് കളക്ടർ മന്ത്രി ശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ ഒരു 4 കോളം വാർത്തയാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞാൽ മതി സർ, ഞാൻ നിന്ന് തരാം. ദാ ഇവരുടെ മുമ്പിൽ ഞാനൊരു വിനീത വിധേയന്റെ വിഡ്ഢിവേഷം അഭിനയിച്ചു തരാം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ സീൻ. നോൺസെൻസ്. കളി ആരോടാണെന്ന് അറിയില്ല എനിക്ക്. അറിയാം സർ, സംസ്ഥാന വിഭവശേഷി വകുപ്പ് മന്ത്രി ജോൺ വർഗീസിനോട്. ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചുപിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിഷേധ്യ നേതാവിനോട്. അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് മുത്തും പവിഴവും പണ്ടങ്ങളും കാഴ്ചവെച്ച് വണങ്ങാൻ ഉടുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട്, ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ ഹിജടയോട്. ഒന്ന് നിർത്തണോടുന്ന്. നിർത്താം സർ. ഒരു മന്ത്രി എന്നുള്ള അധികാരം വെച്ച് ആരെയും ഏത് സദസ്സിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റിൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം. പ്ലീസ് പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദ റോങ് പേഴ്സൺ. കളി എന്നോടും വേണ്ട സർ. No, why? Because I have an extra bond. As you said, ഒരു എല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that.